മുർഷിദാബാദ് നഗരത്തെ കണ്ടപ്പോ ബ്രിട്ടീഷ് വൈസ്രോയി ഒരിക്കലും പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. എന്റെ ലണ്ടൻ നഗരത്തെക്കാൾ മനോഹരമാണ് ബംഗാളിലെ മുർഷിദാബാദ് നഗരമെന്നാണ്. ആ നഗരം ആരുടേതാണെന്നറിയോ? ആ നഗരത്തിൽ തിങ്ങിപ്പാർക്കുന്നവരൊക്കെ മുസ്ലിങ്ങളാണ്. മലപ്പുറത്തിന്റെ ഇരട്ടി മുസ്ലിങ്ങളുടെ നഗരത്തിന്റെ പേരാണ്, നിങ്ങളത് ഗൂഗിൾ സെർച്ച് ചെയ്തോ, മുർഷിദാബാദ് നഗരം. ആ നഗരം കണ്ട് ബ്രിട്ടീഷ് വൈസ്രോയി അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ നഗരത്തെക്കാൾ അതിജയിച്ചു നിൽക്കുന്ന മനോഹരമായ സുന്ദരമായ മുർഷിദാബാദ്. പക്ഷേ അവിടെയുള്ള ഈ സാധു സമൂഹം കുനിഞ്ഞു നിൽക്കുകയാണ്, വളഞ്ഞു നിൽക്കുകയാണ്. അല്ലെങ്കിൽ മക്കളെ പോറ്റാൻ വേണ്ടി മനുഷ്യരെ പുറകിൽ നിർത്തിയിട്ടുള്ള സൈക്കിൾ റിക്ഷ വലിച്ച് കിതയ്ക്കുകയാണ്. അപ്പോഴും ഒരു മുഗളനും നൂറ്റാണ്ടുകളോളം ഭരിച്ചിട്ടില്ലാത്ത കേരളത്തിന്റെ മണ്ണിൽ നിങ്ങളോ ഒരു താജ്മഹൽ അവകാശപ്പെടാൻ ഈ നാട്ടിൽ നിങ്ങൾക്കില്ല. ഒരു കുത്തബ്മിനാറിന്റെ സൗന്ദര്യവും നിങ്ങൾക്ക് ഈ മലയാളക്കരയിൽ നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അങ്ങനെയുള്ള ഈ നാട്ടിൽ പക്ഷേ നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു? നിങ്ങൾ നിർഭയരായി ജീവിക്കുന്നു, നിങ്ങൾ സുരക്ഷിതരായി ജീവിക്കുന്നു, നിങ്ങൾ തലയെടുപ്പോടെ ശിരസുയർത്തി പിടിച്ചു നിൽക്കുകയാണ്. എന്തേ കാര്യം? അതൊന്നുമില്ലാതെ പോയ ഈ മലയാളക്കരയിൽ നിങ്ങൾക്ക് ഒന്നുണ്ടായി. എന്താണത്? ഒരു രാഷ്ട്രീയ സംഘബോധമുണ്ടായി. അതിന്റെ പേരാണ് നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയും.